ഓണം എത്തിയതോടെ സജീവമായിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റ്. മലയാളികൾക്ക് ഓണം ആഘോഷിക്കാനുള്ള സാധനങ്ങൾ ഇതിനോടകം തന്നെ ചാല മാർക്കറ്റിൽ നിറഞ്ഞു കഴിഞ്ഞു. കാലവർഷം കനക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ചാല മാർക്കറ്റിൽ നിന്ന് ആഷിൻ ഡിയാഗോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റ്. ഓണം ആഘോഷിക്കാൻ മലയാളികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ആ കടകളിൽ നിറയ്ക്കുകയാണ് കച്ചവടക്കാരും. ഞാനിപ്പോഴുള്ളത് ചാല മാർക്കറ്റിൻ്റെ പച്ചക്കറി ഒക്കെ വിൽക്കുന്ന ആ ഒരു പ്രദേശത്താണ്, ആ ഒരു മാർക്കറ്റിലാണ്. ഇവിടെ സാധനങ്ങൾക്കെല്ലാം വിലക്കുറവാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഏക ഒരു ആശങ്ക എന്നുള്ളത് ഈ മുണ്ടക്കൈ ദുരന്തവും അതുപോലെ തന്നെ കാലവർഷം ശക്തമാകുന്നത് തിരിച്ചടിയാകുന്നുണ്ട് എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. പക്ഷേ സാധനങ്ങൾക്ക് വിലക്കുറവുണ്ട്, അതുകൊണ്ട് തന്നെ ഓണം അടുക്കുമ്പോൾ ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ചേട്ടാ, ഓണക്കച്ചവടമൊക്കെ ഇതുവരെയായി? ഓണക്കച്ചവടം കുറവാണ് ചേട്ടാ. ഈ മഴയും ഈ റോഡ് പണിയായതിൻ്റെ മാക്സിമം വില കച്ചവടം കുറവാണ്. സാധനം മൊത്തം വിലകൾ കുറവാണ്. സാധനങ്ങളുടെ വില കുറവാണ് പച്ചക്കറി? ഓക്കെ. കേബേജ് കിലോ 30 രൂപയേ ഉള്ളൂ, പച്ചത്തക്കാളി 20 രൂപ, ബീട്രൂട്ട് കിലോ 30 രൂപ, വെണ്ടയ്ക്ക കിലോ 10 രൂപ, കത്തിരിക്ക കിലോ 30 രൂപ, ക്യാരറ്റ് 35, തക്കാളി 20. മൊത്തത്തിൽ വില കുറവാണ്, വാങ്ങാൻ ആളില്ല. ചേച്ചി, ഓണമൊക്കെ ഏതുവരെ? പൊന്നിൻ ചിങ്ങമാസം വരുമ്പോൾ ആളുകളെല്ലാം മലക്കറിക്ക് വരും എന്നുള്ള നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. അതെനിക്കുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാ വർഷവും പൊന്നിൻ ചിങ്ങമാസത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിവസം, ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഓണമാണ് തിരുവോണം. ആ തിരുവോണത്തിന് മലക്കറി അല്ലാതെ യാതൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ജനങ്ങളും ഓണത്തിന് വരുമെന്നുള്ള നല്ലൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഇത്തവണ മലക്കറികളെല്ലാം വില കുറവാണ്. ആളുകൾ ഇറങ്ങുന്നില്ല, മഴയെ അപേക്ഷിച്ച് ആളുകൾ ഇറങ്ങുന്നില്ല. പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം, റോഡുകളെല്ലാം വെട്ടിമുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അതിൽ കൂടെ വാഹനങ്ങൾ വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഓണം കണ്ട നല്ല സീനിയോറിറ്റി ഉണ്ട്. ഉണ്ട്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ആ ഓണത്തിന്, അതായത് ഞാൻ മുമ്പുള്ള കാലങ്ങളിൽ ഈ മലക്കറി കച്ചവടം ചെയ്യുമ്പോൾ ഇതുവഴി പോകുമ്പോൾ തിങ്ങി ഞെരുങ്ങിയാണ് ആൾ പോകുന്നത്. ഇപ്പം ഞെരുക്കയില്ലെങ്കിലും ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പൊൻപുലരി വന്ന് കയറാനായിട്ട്. പൊന്നിൻ ചിങ്ങമാസം വരാനായിട്ട് ജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തായാലും ഇവരെല്ലാം പ്രതീക്ഷയിലാണ്. ഓണം അടുക്കുന്നതോടുകൂടി തന്നെ കച്ചവടം വീണ്ടും ആ ഒരു ഫുൾ ഫ്ലോയിലേക്ക് എത്തും എന്നുള്ളതാണ്. നേരത്തെ ഈ കച്ചവടക്കാർക്ക് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ വാഹനങ്ങളൊക്കെ ഇവിടെ റോഡിൽ ഇട്ട് അകത്തേക്ക് കയറാനായി ചെറിയ പാടൊക്കെ ഉണ്ട്. കാരണം പലയിടത്തും ഓടയുടെ പണി നടക്കുന്നു, ചിലയിടത്ത് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നു, അങ്ങനെ ചിലയിടത്ത് കടകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അങ്ങനെ എന്തായാലും സാധനങ്ങൾക്ക് വാങ്ങാൻ ആളുകൾ എത്തും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർക്കുള്ളത്. ചേച്ചി, ഓണമൊക്കെ ഇതുവരെ? ഓണമൊക്കെ അടുത്ത് വരണുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങി? സാധനങ്ങൾ വാങ്ങാൻ വന്നത് തന്നെ. ഈ വിലയൊക്കെ എങ്ങനെയുണ്ട് സാധനങ്ങളുടെ? വിലയൊക്കെ ഭയങ്കരമാണ്. എന്തായാലും ഓണത്തിന് സാധനങ്ങളൊക്കെ വാങ്ങാനായി ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ചെറിയ പ്രതീക്ഷ ഇവിടെയുണ്ട്. മറ്റൊന്ന്, ഈ ചാല മാർക്കറ്റ് നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ ലഭിക്കുന്ന ഒരു കമ്പോളമാണ് ചാല മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഈ ചാല മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കഴിയും. എന്തായാലും ഈ ഓണം അടുത്തതോടുകൂടി ഈ ചാല മാർക്കറ്റ് വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും എന്നുള്ളതാണ് കച്ചവടക്കാരുടെ ഒരു പ്രതീക്ഷ.